ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ അതിവേഗത്തിൽ മുന്നോട്ടു പോകുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ദീർഘകാലമായി ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന കോളിഡെയിം സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് പഞ്ചാബിനെ പരാജയപ്പെടുത്തി കേരളം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 2ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനിയിൽ നിർവഹിക്കും. തുടർന്ന് BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിക്കും. തിരുവനന്തപുരം ബയോ ലൈഫ് സയൻസസ് പാർക്കിലെ CSIR NIIST ഇന്നൊവേഷൻ ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാനത്തെ സുരക്ഷാ സന്നാഹങ്ങൾ കൂടുതൽ ശക്തമാക്കി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഗുരുവായൂർ തൃശൂർ റെയിൽ സർവീസ് നാളെ മുതൽ പുനരാരംഭിക്കുന്നു. നാളെ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നതോടെ 10:30-ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് റെയിൽവേ നടപ്പാക്കുന്നത്. സാമൂഹ്യനീതി രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് വനിതാ സംവരണമെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന രംഗത്തും കേന്ദ്ര സർക്കാർ അതിവേഗം മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങൾക്ക് പട്ടയ വ്യവസ്ഥകൾ ക്രമവൽക്കരിച്ചു നൽകുന്നതിനും പ്രകൃതി ദുരന്തങ്ങൾ മൂലം നശിച്ച റോഡുകളുടെ പുനരുദ്ധാരണത്തിനായും വെബ് പോർട്ടലുകൾ സജ്ജമാക്കിയതായി മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭയിൽ സ്പീക്കർ AN ഷംസീർ സുവീധി പോർട്ടൽ പ്രകാശനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. വ്യവസ്ഥകൾ ക്രമീകരിച്ച് നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഇപ്പോൾ സജ്ജമായി. പൊതുജനങ്ങൾക്ക് www.klarc.kerala.government.in എന്ന പോർട്ടൽ ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് അവരുടെ അധികാര പരിധിയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് അപേക്ഷ സമർപ്പിക്കാൻ സുവീധി എന്ന പേരിൽ ഒരു പുതിയ പോർട്ടൽ ദുരന്ത നിവാരണ വകുപ്പിന്റെ കീഴിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 24-ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടങ്ങിയപ്പോൾ ചരമോപചാര നടപടികളുമായി സഹകരിച്ച പ്രതിപക്ഷം പിന്നീട് ശബരിമല വിഷയം ചൂണ്ടിക്കാട്ടി ബാനറുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതോടെ സ്പീക്കർ കാര്യപരിപാടികൾ വേഗം പൂർത്തിയാക്കി സഭ പിരിച്ചുവിടുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കമായി. സഭ ഇനി ചൊവ്വാഴ്ച ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ക്രമക്കേട് നടക്കുന്ന സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന ആളാണ് എൻ വാസുവെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കേസിലെ മറ്റൊരു പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കസ്റ്റഡിയിൽ ലഭിച്ച തന്ത്രി കണ്ഠര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 28-ന് പരിഗണിക്കും. ശബരിമല സന്നിധാനത്ത് നിന്ന് യാത്ര തിരിച്ച തിരുവാഭരണ ഘോഷയാത്ര നാളെ രാവിലെ പന്തളത്ത് മടങ്ങിയെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തിന് അയ്യന് ചാർത്തുന്ന തിരുവാഭരണങ്ങൾ നടയടച്ച 20-നാണ് തിരിച്ച് പന്തളം കൊട്ടാരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. 30-അംഗ സംഘമാണ് തിരുവാഭരണ പേടകങ്ങളുമായി നാളെ പന്തളത്ത് മടങ്ങിയെത്തുക. ഇന്നു രാത്രി ആറന്മുളയിലെത്തുന്ന തിരുവാഭരണങ്ങൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ആറന്മുള കൊട്ടാരത്തിൽ ദർശനത്തിനായി വയ്ക്കും. JSSഉം 2020യും NDAയിലേക്ക്
തിരുവനന്തപുരത്ത് നടന്ന NDA യോഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനം പ്രഖ്യാപിച്ചു. മുൻ MLAയും JSS സംസ്ഥാന അധ്യക്ഷനുമായ AV താമരാക്ഷന്റെ നേതൃത്വത്തിലാണ് JSS NDAയിലെത്തിയത്. 2020 NDAയുടെ ഭാഗമായതിൽ സന്തോഷമെന്ന് പാർട്ടി അധ്യക്ഷൻ സാബു M. ജേക്കബിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന പ്രമേയത്തിലെ ടാബ്ലോ സാംസ്കാരിക മന്ത്രാലയം അവതരിപ്പിക്കും. ഇത് ഇന്ത്യയുടെ നാഗരികത, കൂട്ടായ്മ, സാംസ്കാരികത എന്നിവയുടെ സജീവ രൂപമായ ദേശീയ ഗീതത്തിനെ ടാബ്ലോയിലൂടെ ആവിഷ്കരിക്കും. സംസ്കാരം എന്നത് റിപ്പബ്ലിക്കിന്റെ ഒരു അലങ്കാരമല്ല, മറിച്ച് അതിന്റെ ആത്മാവാണെന്ന് പ്രമേയത്തെക്കുറിച്ച് വിശദീകരിച്ച സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറി വിവേക് അഗർവാൾ അഭിപ്രായപ്പെട്ടു. അസമിൽ നടക്കുന്ന 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് ജയം. 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരളം പഞ്ചാബിനെ വീഴ്ത്തിയത്. ഇന്ത്യ-ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 2ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഛത്തീസ്ഗഡിലെ നവറായ്പൂരിലാണ് മത്സരം. ദീർഘകാലമായി ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന കോളിഡേം സാങ്കേതിക വിദ്യ തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചു. വളർത്തുമൃഗങ്ങളുടെ പിത്താശയത്തിൽ നിന്ന് ചികിത്സയ്ക്കാവശ്യമായ ഉപകരണം നിർമ്മിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ സാങ്കേതിക വിദ്യയാണിതെന്ന് ശ്രീ ചിത്രയിലെ പാത്തോളജി ഗവേഷകനായ പ്രൊഫസർ TV അനിൽകുമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈദ്യശാസ്ത്ര ഉപകരണ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതാണ് കോളിഡേം. വികസിത ഭാരതം, ആത്മനിർഭർ ഭാരതം, മേക്ക് ഇൻ ഇന്ത്യ, ആയുഷ്മാൻ ഭാരത് തുടങ്ങി രാഷ്ട്രത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വിവിധ പദ്ധതികളിലേക്കുള്ള ശ്രീചിത്രയുടെ സംഭാവനയാണ് ഈ ഉൽപ്പന്നം. 4 മാസം മുതൽ 17 വർഷം വരെ പഴക്കമുള്ള മുറിവുകളുള്ള പ്രമേഹ രോഗികളെയും കുഷ്ഠരോഗികളെയും കോളിഡേം ഉപയോഗിച്ച് ചികിത്സിച്ചതിലൂടെ ഇവരുടെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ് കോളിഡേം. അൾസർ പോലുള്ള ഉണങ്ങാത്ത മുറിവുകൾ വേഗത്തിൽ ഭേദമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോളിഡേം വലിയ പ്രതീക്ഷ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹീലിയോഫിസിക്സ് ശില്പശാല കോവളത്ത് പുരോഗമിക്കുന്നു. ആധുനിക സൌരശാസ്ത്ര മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് കരുത്തേകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ സംഗമം. നാളെ അവസാനിക്കുന്ന ശില്പശാലയിൽ 40 അന്താരാഷ്ട്ര പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 230 ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. ജമ്മുകശ്മീരിലെ ദോഡ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 10 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു, 11 പേർക്ക് പരിക്കേറ്റു. ഭദർവ ചമ്പ അന്തർ സംസ്ഥാന പാതയിലെ 9000 അടി ഉയരമുള്ള ഖാനി ടോപ്പിൽ സൈനിക ട്രക്ക് ആഴത്തിലുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കോട്ടയം, എറണാകുളം ജില്ലയിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. കേരള കുംഭമേളയുടെ ഭാഗമായി തിരുനാവായയിലെ യജ്ഞശാലയിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റ്മാരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന നിള ആരതിക്കും കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനിടെ കുംഭമേളയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തെത്തിച്ചേരാൻ തയ്യാറാക്കിയ താൽക്കാലിക പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് അധികൃതർ പാലം കാൽനടയാത്രയ്ക്കായി തുറന്നു നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ അതിവേഗത്തിൽ മുന്നോട്ടു പോവുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.
കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ദീർഘകാലമായി ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന കോളിഡെയിം സാങ്കേതികവിദ്യ വികസിപ്പിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ 1-3 ഗോളുകൾക്ക് പഞ്ചാബിനെ പരാജയപ്പെടുത്തി കേരളം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 2ാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.